എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുക. എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി, എത്ര വിദ്യാർത്ഥികൾ അതിൽ ജയിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ്, ജില്ല ഏതാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ A+ ലഭിച്ചിട്ടുള്ള വിഷയം ഏതാണ്, അതുപോലെ തന്നെ ഫുള്ളായിട്ട് മാർക്ക്, അതായത് 1200-ൽ 1200 മാർക്ക് എത്ര വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് അറിയാം എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് പുതുതായിട്ട് DHSC തുടങ്ങിയിട്ടുള്ള ഒരു പുതിയൊരു വെബ്സൈറ്റാണിത്. അതായത് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, അതായത് ഇതുപോലെയായിരിക്കും കാണാൻ പറ്റുക. പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് VHSC എന്നുള്ളത് ചുവപ്പ് കളറിലും അതുപോലെ HSC എന്നുള്ളത് പച്ച കളറിലുമായിട്ട് കാണാൻ പറ്റും. നിലവിൽ അതായത് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഇയറിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പബ്ലിഷ്ഡ് റിസൾട്ട്സിൽ അതിൻ്റേത് കാണിക്കുന്നത്. നേരത്തെ അതിൻ്റെ VHSC HSC എന്നുള്ളതിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് കാണാം, അത് അപ്കമിങ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അപ്കമിങ് റിസൾട്ട് എന്നുള്ളത്, അതായത് ഇനി വരാനിരിക്കുന്ന റിസൾട്ട് HSC സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, അതുപോലെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇൻ 1 hour, അതായത് ഈ ഒരു 3:15 ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾക്ക് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക്, അതായത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വെബ്സൈറ്റിലേക്ക് വരുന്നതാണ്. അതുപോലെ VHSC NSQ സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ റിസൾട്ട് 2025, അതുപോലെ തന്നെ VHSC സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ റിസൾട്ട്സ് 2025 എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ റിസൾട്ടും ഏത് സമയത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 3:15 എന്ന് പറയുമ്പോൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു NSQFൻ്റെ VHSCയുടേത് 2 മണിക്കൂറിനുള്ളിൽ, അതുപോലെ സെക്കൻഡ് ഇയറിൻ്റേത് VHSC സെക്കൻഡ് ഇയർ എക്സാം റിസൾട്ട് ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ, അതായത് 3:30 പ്രസിദ്ധീകരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കുകളൊക്കെ ഈ ഒരു പബ്ലിഷ്ഡ് റിസൾട്ട്സിൽ വരുന്നതാണ്. അപ്പോൾ റിസൾട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റിസൾട്ടാണ് അറിയേണ്ടത്, അതായത് ഇവിടെ ആ ഒരു HSC സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട്സ് 2025, അതുപോലെ VHSC സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് എക്സാമിനേഷൻസ് 2025, അതുപോലെ തന്നെ ഈ ഒരു VHSC NSQF എക്സാമിനേഷൻസ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഓരോന്നിനും നേരെയായിട്ട് ആക്ഷൻ എന്നുള്ള ഭാഗത്ത്, അതായത് ചെക്ക് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത്, ആ ഒരു റിസൾട്ടിന് നേരെയുള്ള, അതായത് ആ ഒരു എക്സാമിനേഷന് നേരെയുള്ള ചെക്ക് റിസൾട്ടിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ചെക്ക് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ട്, അതും കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഒരു കലണ്ടർ, ജസ്റ്റ് അതിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു ബോക്സിലാണ് ടിക്ക് ചെയ്യേണ്ടത്. അതായത് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏത് മാസമാണ് ജനിച്ചതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഏത് ദിവസമാണ്, അതുപോലെ തന്നെ ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് ഒരു ക്യാപ്ച കോഡ് കാണാൻ പറ്റും. ക്യാപ്ച കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ജസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അതാണ് ക്യാപ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെയുള്ള റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ആദ്യം ഉള്ളതെങ്കിൽ ജസ്റ്റ് മനസ്സിലാവുന്ന അത് എപ്പോഴാണ് കാണുന്നത് അത് കൃത്യമായിട്ട് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക്, അതായത് റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് വന്നിട്ടുള്ളത്, ആ ഒരു സമയത്ത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം പെട്ടെന്ന് തന്നെയോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ഒന്നുകൂടി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ആ ഒരു ക്യാപ്ച, അതായത് ആ ഒരു
ജസ്റ്റ് ആ ഒരു കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുള്ള കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള ഡൗൺലോഡ് PDF ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെക്ക് റിസൾട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൗൺലോഡ് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ലഭ്യമാവില്ല, PDF ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ഈ ഒരു ഡൗൺലോഡ് PDF ക്ലിക്ക് ചെയ്യുക, ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമാണ് PDF കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടാകും. പാസ്വേഡ് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ, അതായത് ഇത് ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ പേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയാണ് ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് PDF ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് ആദ്യം ഡേ, പിന്നീട് മന്ത്, അതുപോലെ പിന്നീട് ഇയർ, ഈ ഒരു ഫോമാറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിലുള്ള നമ്പേഴ്സ് മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതായത് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് 01/01/2000 എന്നുള്ളതാണ്. അതുപോലെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 7 എന്നാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കണക്കാക്കുമ്പോൾ ഇവിടെ 1 2 3 4 5 6 7 എന്നുള്ളതിന് ശേഷം ഇവിടെ ഈ ഒരു 01, അതായത് ഇവിടെ ജനിച്ച ദിവസം എന്താണെന്നുള്ളത് 01, അതുപോലെ ജനിച്ച മാസം 01, അതുപോലെ തന്നെ 2000. അതായത് ഇവിടെ ഇങ്ങനെ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 01 എന്നത് പറയുന്നത് ഈ ഒരു ഒന്നാമത്തെ ദിവസമാണ്. അതായത് ഇത് 1 എന്ന് എഴുതാതെ 01 എന്നുള്ള ആ ഒരു ഫോമാറ്റിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ മന്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ജനുവരി മാസമാണ്. ജനുവരി മാസമായതുകൊണ്ടാണ് 01 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വർഷം എന്ന് പറയുന്നത് 2000. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പാസ്വേഡ് ഇവിടെ വരുന്നത് എന്നാൽ കൃത്യമായിട്ട് അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പാസ്വേഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് പാസ്വേഡ് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.